ഇന്നലെ മുഹമ്മദ് ഈസ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ഒരു വീഡിയോ എനിക്ക് കേൾക്കാൻ ഇടയായി. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ യഹൂദനും ഇസ്ലാമും ഒന്നാണെന്നല്ല പറഞ്ഞത്, ഏകദേശം ഒരേപോലെയാണ്. അതായത് ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും പ്രവൃത്തികളിലും യഹൂദനും ഇസ്ലാമും ഏതാണ്ട് ഒന്നാണെന്നാണ് മുഹമ്മദ് ഈസ പറയുന്നത്. ഈ മുഹമ്മദ് ഈസയെക്കുറിച്ച് എനിക്ക് വേറൊരാളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്, പുള്ളിക്കാരൻ ഒരു ബന്ധക്കോസ് പാസ്റ്ററുടെ മോനാണെന്നും വിവാഹശേഷം ഇസ്ലാമായെന്നും. എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പം എന്നിട്ട് ക്രിസ്ത്യാനിറ്റി ഇതുമായിട്ട് ചേരത്തില്ലെന്നാണ് പറഞ്ഞത്. ഇതുമായിട്ടാണ് യഹൂദൻ്റെ ആചാരക്രമമായിട്ടും വിശ്വാസമായിട്ടും ഇസ്ലാമിൻ്റെ ആചാരക്രമവും വിശ്വാസവുമായിട്ട് ക്രിസ്ത്യാനി ചേരത്തില്ല എന്നാണ് പറഞ്ഞത്. അതായത് ക്രിസ്ത്യാനികൾ വിഗ്രഹത്തെ ആരാധിക്കുമെന്നാണ് പറഞ്ഞത്. അതൊരു പരിധിവരെ ഞാനും ശരിവെക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പം എല്ലാ ക്രിസ്ത്യാനികളെയും ഉദ്ദേശിക്കാൻ പാടില്ല വിഗ്രഹ ആരാധകരിൽ നിന്ന്. ക്രിസ്ത്യാനികളിൽ തന്നെ സാമുദായിക ക്രിസ്ത്യാനികളുണ്ട്. അതായത് കുരിശിനെയും മാതാവിനെയും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രതിമയൊക്കെ നിർമ്മിക്കുന്നവരും അതിനെ നോക്കി പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അതിനൊരിക്കലും ഞാൻ കുറ്റം പറഞ്ഞില്ല, അത് അവരുടെ വിശ്വാസമായിരിക്കും. ഓരോരുത്തരുടെയും വിശ്വാസം അത് അവർക്ക് വിലപ്പെട്ടതാണ്. അതിനെ നമുക്കാർക്കും ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഇപ്പോൾ കഴിയത്തില്ല. അതവർ വിശ്വസിച്ചോട്ടെ. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളുണ്ട്. എന്നാൽ പ്യുവർ, അതായത് ഇസ്ലാമിനെക്കാട്ടിലും യഹൂദനെക്കാട്ടിലും ദൈവത്തിൻ്റെ കൽപ്പന വള്ളി പുള്ളി തെറ്റിക്കാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. അത് ബന്ധക്കോസുകാരാണ്. കാര്യം പറഞ്ഞു തരാം. വിഗ്രഹാരാധന അല്ലെ ബിംബാരാധന. ഈ ആരാധന എന്ന് പറയുമ്പം ഒരു വിഗ്രഹത്തെ ഒരു ലോഹം കൊണ്ടോ അതല്ലെങ്കിൽ മണ്ണിലുള്ള ഏതെങ്കിലും ധാതു കൊണ്ടോ മണ്ണ് കൊണ്ടോ നിർമ്മിക്കുന്ന ഒരു വിഗ്രഹത്തെയോ ബിംബത്തെയോ ആരാധിക്കുക എന്നതിലുപരി വിഗ്രഹാരാധന കൊണ്ട് മെൻഷൻ ചെയ്യുന്ന മറ്റ് പല കാര്യങ്ങളുണ്ട്. അത് ചെയ്യുന്ന എല്ലാ മനുഷ്യരും ഉണ്ട്. അത് നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം ക്ഷമിക്കുന്നുണ്ട്. എന്നാൽ നേരിട്ട് തന്നെ, അതായത് നമ്മളെ ഈ ഫിസിക്കൽ ബോഡിയിൽ തന്നെ, ഭൗതിക ശരീരത്തിൽ തന്നെ ഈ പറഞ്ഞ ഇസ്ലാമും യഹൂദരും ഈ കൽപ്പന ലംഘിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആഭരണം അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആഭരണത്തിൻ്റെ അകത്ത് ഏതെങ്കിലും പേര് എഴുതും. അതുപോലെ ആഭരണത്തിനകത്ത് എന്തെങ്കിലും രൂപങ്ങൾ ഉണ്ടാക്കിയിടും. ഈ ആഭരണവർജ്ജനം എന്തുകൊണ്ട് ബന്ധക്കോസുകാർ എടുക്കുന്നില്ലെന്ന് സ്വീകരിച്ചെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. വേർപാടെന്ന് അവർ പറയുന്നത്. വേർപാടാണെങ്കിലും ആദ്യ വിമോചകനായ മോശയുടെ കാലത്ത് അഹരോൻ നോക്കി നിൽക്കുമ്പോൾ താങ്കൾ മിസ്രൈമിൽ നിന്ന് അടിമകളായി ഇരുന്നപ്പോൾ അവരിൽ നിന്ന് ദൈവം മുഖേന വാങ്ങിച്ച ആഭരണം, യഹോവയായ ദൈവം മുഖാന്തരം മേടിച്ച ആഭരണം 40 ദിവസമായിട്ടും മലമുകളിൽ നിന്ന് മോശ വരാതിരുന്നപ്പോൾ അവർ ആ ആഭരണം എടുത്ത് തീയിലിട്ട് അതിൽ നിന്നൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു. ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ബന്ധക്കോസുകാർ ആഭരണത്തെ വർജിക്കാൻ. പിന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് ഈ ആഭരണങ്ങൾ കൊണ്ടുവന്ന് കുരുവേലകത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നുണ്ടെന്ന്, പഴയ നിയമത്തിൽ അതൊക്കെ. അപ്പം ഈ ഇസ്ലാമും യഹൂദരും ആ ബിംബങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പള്ളികളിൽ ബിംബങ്ങൾ വെക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഇവരുടെ ശരീരത്തിൽ വെക്കാറുണ്ട്, മോതിരത്തിൽ വെക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊത്തുപണികളോ, നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദൂതന്മാരെ നിർമ്മിച്ച രത്നങ്ങളാണ്. ദൂതന്മാരെന്ന് പറയുമ്പം നല്ലതുണ്ട്, മലാക്കുകൾ. അത് നല്ലതുകൊണ്ട് വീണുപോയ ദൂതന്മാരുമുണ്ട് ദൈവ രാജ്യത്തിൽ നിന്ന്. അപ്പോൾ ഈ
ദൂതന്മാരുടെ നിർമ്മിതി എന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നുള്ള ധാതുക്കൾ ഏകദേശം 20ഓളം ധാതുക്കളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ശാസ്ത്രം പറഞ്ഞ മനുഷ്യനെ മണ്ണിൽ നിന്നെടുത്തിട്ടുള്ളത്. ഇതുപോലെ ദൂതന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത് നവരത്ന കല്ലുകളാണെന്ന ബൈബിളിൽ പറഞ്ഞു, നവരത്ന കല്ലുകളാൽ. അപ്പോൾ ഈ നവരത്ന കല്ലുകൾ ഇവർ ഉപയോഗിക്കാറില്ലേ, യഹൂദന്മാർ ഉപയോഗിക്കാറില്ലേ? അതിൻ്റെ മോതിരമോ മാലയോ അതുപോലെ ഇസ്ലാം ഉപയോഗിക്കാറില്ല, എന്നാൽ ബന്ധക്കോസ്തുകാർ ഉപയോഗിക്കത്തില്ല. അതൊരു പോയിൻ്റാണ്. അതെപ്പോഴും മുഹമ്മദ് ഈസ സഹോദരൻ ഓർത്തു വെക്കണം. അടുത്ത് എനിക്ക് പറയാനുള്ളത്, ബന്ധക്കോസ്തുകാരുടെ ഒരു ചർച്ചിലും ഒരു സഭകളിലും ഒരു ബിംബത്തെയോ യാതൊരു കൊത്തുപണികളെയോ വെക്കാറില്ല, ആരാധിക്കാറില്ല. അത് യഥാർത്ഥ ബന്ധക്കോസ്തല്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ബന്ധക്കോസ്തുകാരും ഒരു ബിംബത്തെ ആരാധിക്കാറില്ല. യഹൂദന് കൊടുത്ത നിയമം ഏത് പ്രകാരം 10 കൽപ്പനയെ പറയുന്നുണ്ട്, അത് അതേപോലെ തന്നെ പാലിക്കുന്നവരാ ബന്ധക്കോസ്തുകാർ. പക്ഷെ അവരുടെ പ്രവർത്തികളിലോ മനസ്സിലൊക്കെ തെറ്റ് വരും. മനുഷ്യരല്ലയോ, ചിലപ്പോൾ പ്രവൃത്തികൾ തെറ്റ് വരാം. കൽപ്പനകൾ ചിലതൊക്കെ അറിഞ്ഞോ അറിയാതെ ലംഘിക്കപ്പെടാം. മനുഷ്യൻ്റെ ശരീരത്തെല്ലാം ദൈവം തന്നെ കൊടുത്തിട്ടുള്ളത്, ഈ ഹോർമോണും എല്ലാം. അതുപോലെ തന്നെ മുഹമ്മദ് ഈസ പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, യഹൂദന് തൃത്വമില്ലെന്ന് പറഞ്ഞത്. തൃത്വം യഹൂദനും ഇസ്ലാമിനും തൃത്വമില്ല, ഏകദൈവമാണ്. ഏകദൈവം എന്ന് പറയുമ്പം ഏലോഹിം, ഒരുവനായ സർവശക്തൻ ആയ ദൈവം, യഹോവയായ ദൈവം. അത് യഹൂദൻ പറയുന്നു. അല്ലെങ്കിൽ ഏലാഹീം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ റബ്ബ് അള്ളാഹു എന്ന് പറഞ്ഞ് ഇസ്ലാം വിശ്വസിക്കുന്നു. എന്നാൽ ഈ യഹൂദന്മാരുടെ ചരിത്രം എടുക്കുമ്പം മോശയ്ക്ക് മുമ്പേ അബ്രഹാമിൻ്റെ കാലം മുതലേ ഒരു വാഗ്ദത്വമുണ്ട്. അബ്രഹാമിനൊരു വാഗ്ദത്വമുണ്ട്. ആ വാഗ്ദത്വം മശിഹയെക്കുറിച്ചാണ്. മശിഹ വരുമെന്നുള്ളതാണ്. അബ്രഹാമിനും ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് ശേഷമാണ് മശിഹ വരുന്നത്. 2500-3000 വർഷങ്ങൾക്ക് ശേഷം. അപ്പം അന്ന് അബ്രഹാമിന് മശിഹയെക്കുറിച്ച് വാഗ്ദത്വം ലഭിച്ചിട്ടുണ്ട്, അത്ര വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് വന്ന് ശൗൽ വന്ന്, അതിനുശേഷം രണ്ടാമത്തെ രാജാവായ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്ത് രാജാവാക്കുന്നു. ഈ ദാവീദ് രാജാവ് ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് മറ്റ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്, ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു രാജാവ് ദാവീദിൻ്റെ വംശത്തിൽ നിന്ന്, അതായത് യഹൂദ വംശത്തിൽ നിന്ന് വരുമെന്ന്. അവന് ആദിയില്ല, ആദി എന്ന് പറഞ്ഞാൽ തുടക്കമില്ല, അവസാനം ഒടുക്കവുമില്ല, അങ്ങനൊരു രാജാവ് വരുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഏകദേശം 72ഓളം സങ്കീർത്തനങ്ങൾ ദാവീദ് രചിച്ചിട്ടുണ്ട് ബൈബിളിൽ. അതിൽ പലയിടത്തും ഈ മശിഹയെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച് ആണ് പറയുന്നത്. ഈ മശിഹ ആരാ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ? അത് യഹൂദനെ സംബന്ധിച്ച് മശിഹ ആരാ? അവരുടെ രക്ഷകനാണ്. ഈ രക്ഷകൻ വരുന്നത് എങ്ങനെയാണ്? പരീക്ഷയിൽ തോറ്റവനാണോ രക്ഷകനാവുന്നത്? പരീക്ഷയിൽ ജയിച്ചവനാണോ രക്ഷകനാവുന്നത്? ഒരു ദൂതൻ ഒരിക്കലും യഹൂദന്മാർ വിശ്വസിക്കുന്ന മശിഹ എന്തോലും അവർക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ അവർ തൃത്വത്തിൽ രണ്ടാമനായ പുത്രനെ എങ്ങനെ നിഷേധിക്കും? അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ എങ്ങനെ നിഷേധിക്കും? അതായത് മശിഹ വരുമെന്ന് അവർ പറയുന്നുണ്ട്. ഈ മശിഹ വരുമ്പോൾ എന്തായാലും പരീക്ഷയിൽ തോറ്റവനായിരിക്കത്തില്ല. മനുഷ്യൻ പരീക്ഷയിൽ തോറ്റവനാണ്. ആദാമിന് ആദ്യത്തെ പരീക്ഷ വെച്ച് അവൻ വീണുപോയി. മനുഷ്യ തലമുറ തന്നെ അതോടെ കഠിനമായ ശാപത്തിലേറ്റ്. അതിനു മുന്നേ അനാദികാലത്ത് ദൂതന്മാർക്ക് പരീക്ഷ വെച്ച് അവരും വീണുപോയി, അവരും പരീക്ഷയെ തോറ്റ്. അപ്പോൾ പരീക്ഷയെ തോറ്റ ദൂതന്മാരാണോ പരീക്ഷയെ തോറ്റ മനുഷ്യനാണോ മശിഹയായിട്ട് വരുന്നത്, രക്ഷകനായിട്ട് വരുന്നത്? ഒരിക്കലും ഒരു രക്ഷകനായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക്, പരീക്ഷയിൽ തോറ്റ ഒരു വ്യക്തിക്ക് രക്ഷകനായിട്ട് നിലനിൽക്കാൻ കഴിയത്തില്ല. സർവത്തെയും ജയിച്ച, സർവ്വ പരീക്ഷകളെയും ജയിച്ചവനെ മശിഹയായിട്ട് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ, വരാൻ കഴിയത്തുള്ളൂ ഈ ഭൂമിയിൽ. അത് വരുന്നത് ഭൂമിയിൽ നിന്നാണ് വരുന്നത്, മനുഷ്യനിൽ നിന്നാണ് വരുന്നത്, ജഡമാംസത്തിൽ നിന്നാണ് വരുന്നത്, ഒരിക്കലുമല്ല. അങ്ങനെ വരുന്നവനെല്ലാം തോക്കും. കാര്യം അവൻ്റെ ആദ്യ തലമുറ, മനുഷ്യൻ്റെ ആദ്യ തലമുറയിലെ ആദ്യ അംഗമായിട്ടുള്ള ആദാം തന്നെ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ തോറ്റുപോയി. ഇത് തന്നെ ദൂതന്മാരും, ആത്മശരീരികളായ ദൂതന്മാരും തോറ്റുപോയി. അപ്പോൾ ദൈവത്തെക്കാൾ അല്പം താഴെയാണ് ദൂതൻ നിൽക്കുന്നത്. എന്നാൽ ആ ദൂതൻ പോലും പരീക്ഷ തോറ്റുപോയി. അപ്പോൾ പരീക്ഷയിൽ തോറ്റുപോയവരിൽ നിന്ന് ഒരുവനാണോ രക്ഷകനായിട്ട് വരുന്നത്, ലോകത്തെ രക്ഷിക്കാൻ? അല്ല, ഒരിക്കലുമല്ല.
മശിക വരുന്നത് എപ്പോഴും പറയുന്നത് യഹൂദന്മാരുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ ഉയരത്തിൽ നിന്ന് അത്യുന്നതൻ്റെ വാസസ്ഥലത്ത് നിന്ന് അത്യുന്നതനിൽ നിന്നാണ് വരുന്നത്. അപ്പം ബൈബിളിൽ പറയുന്നത്, പുതിയ നിയമത്തിൽ പറയുന്നത് ദൈവത്തിനോടുള്ള സമത്വം വിട്ടിട്ട് അവൻ താഴേക്ക് ഇറങ്ങി വന്നു. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പല സ്ഥലത്തും ഈ പഴയ നിയമം എന്ന് പറയുമ്പം ബൈബിളിലെ പഴയ നിയമമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാരുടെ തോറയിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, പല അവരുടെ ചരിത്രത്തിലും ഈ മശികയുടെ കുറിച്ച്. അതായത് ഈ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലായിക്കോട്ടെ, മോശയുടെ പ്രവചനങ്ങളിലായിക്കോട്ടെ, അതുപോലെ തന്നെ യാക്കോബ് തൻ്റെ 12 പുത്രന്മാരെ, അതായത് 12 പുത്രന്മാരെന്ന് പറഞ്ഞാൽ 12 ഗോത്രങ്ങളാണ്. ഈ 12 ഗോത്രങ്ങളെ അനുഗ്രഹിച്ച് പറയുമ്പോൾ, യഹൂദയെക്കുറിച്ച് അനുഗ്രഹിച്ച് പറയുമ്പോൾ അതിനകത്ത് മശികയുടെ വരവിനെക്കുറിച്ച് നിഴലായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും ദൈവം അയച്ച യെശയ്യാവ് ഇരമ്യാവിൻ്റെ പ്രവചനത്തിനകത്തൊക്കെ വ്യക്തമായിട്ട് കിടപ്പുണ്ട് മശികയെക്കുറിച്ച് പറയുന്നത്, രക്ഷകനെക്കുറിച്ച്. അപ്പം മശിക ഒരിക്കലും, യഹൂദന്മാരെന്തായാലും മശികയെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം മശിക ഒരിക്കലും വീണുപോയവനല്ല, പരാജയപ്പെട്ടവനല്ല. മനുഷ്യൻ പരാജയപ്പെട്ടവനാ പരീക്ഷയിൽ. അതുപോലെ തന്നെ ദൂതന്മാരും പരീക്ഷയിൽ വീണുപോയവരാ, പരാജയപ്പെട്ടവരാ. അങ്ങനെ ഒരിക്കലും ലോകത്തെയോ മനുഷ്യനെയോ രക്ഷിക്കാൻ കഴിയത്തില്ല. അതിനും മേളിലുള്ളവന്, ഉന്നതത്തിൽ നിന്ന് വരുന്നവന് മാത്രമേ, ഉയരത്തിൽ നിന്ന് ഏറ്റവും ഉന്നതമായ സിയോൻ ഗിരികളിൽ നിന്ന് വരുന്നവന് മാത്രമേ ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ലോകത്തെ സംരക്ഷിക്കാൻ കഴിയൂ. കളങ്കമില്ലാത്തവന് മാത്രം, അല്ലെങ്കിൽ വ്യാജമില്ലാത്തവന് മാത്രം, പരിശുദ്ധനായവന് മാത്രം, പരിശുദ്ധന് ഏകൻ മാത്രമേ ഉള്ളൂ ആ ദൈവമാണ്. ആ പരിശുദ്ധനിൽ നിന്ന് വരുന്ന പരിശുദ്ധന് മാത്രമേ മശികയായിട്ടിരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ യഹൂദന് മശികയുണ്ട്, യഹോവയായ ദൈവമുണ്ട്. യഹോവയായ ദൈവം എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവായ ദൈവം. ഈ യഹോവയെ അവർ വിശ്വസിക്കുന്നുണ്ട്, മശിക വരുമെന്നും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അവർ തൃത്വത്തെ തള്ളും? അവരെന്തോ പറയും? മശിക എന്തുവാ, ദൂതനാണെന്ന് പറയുമോ? വീണുപോയ, പരാജയപ്പെട്ടു പോയ ദൂതൻ്റെ ഒരു ആളാന്ന് പറയുമോ? ദൂതൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാന്ന് പറയുമോ? ഒരു പ്രതിനിധിയാണെന്ന് പറയുമോ? അല്ലെങ്കിൽ വീണുപോയ മനുഷ്യൻ്റെ ഒരു പ്രതിനിധിയാണെന്ന് പറയുമോ? പറയാൻ പറ്റത്തില്ല. മശിക രക്ഷകനാ. അപ്പോൾ മശിയെ കാത്തിരിക്കുന്ന യഹൂദന്മാർ ആരെയാണ് കാത്തിരിക്കുന്നത്? ദൈവത്തെ തന്നെ കാത്തിരിക്കുന്നത്. പക്ഷേ അവരുടെ കണ്ണ് ആദിയിൽ യേശുക്രിസ്തു നേരിട്ട് അവരുടെ ഇടയിലേക്ക് വന്നപ്പോഴും ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു. ഇനിയും വരുമ്പോഴും അത് യേശുക്രിസ്തു ഒരു രഹസ്യപരവും കൂടെ വരും. ആ സമയത്തും മധ്യാകാശത്തിൽ, ആ സമയത്തും യഹൂദന്മാർ അവരുടെ കണ്ണ് കുരുടായിരിക്കും. അതായത് വാഗ്ദത്തത്തിൻ്റെ അവകാശമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഏവൻ്റെ കണ്ണ് ആ സമയം കുരുടായിട്ടിരിക്കും. ഇനി പരിശുദ്ധാത്മാവുണ്ടോ? തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് യഹൂദന്മാർക്കുണ്ടോ? നമുക്ക് നോക്കാം. യഹൂദന്മാരുടെ പ്രവാചകനായ യെശയ്യാവിൻ്റെയും ഇരമ്യാവിൻ്റെയും പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പത്തിയിൽ, അവരുടെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തിയിൽ തന്നെ, മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ്, ദൈവം പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് സദാകാലത്തേക്കും ജഡത്തിൽ വസിക്കുകയില്ല എന്നൊരു വാക്യമുണ്ട്. അത് ഉൽപ്പത്തിയിൽ എഴുതുന്ന, മോശ എഴുതുന്ന. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് എവിടെ പറയുന്നുണ്ട്? പുതിയ നിയമത്തിലത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യഹൂദന് ദൈവമുണ്ട്, സ്വർഗസ്ഥനായ പിതാവുണ്ട്, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പോലെ. മശികയുണ്ട്. മശിക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു. ഇനി അടുത്ത് വന്നിട്ട് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ഇതുമുണ്ട്. ഇത് മൂന്നുമുണ്ട്. എന്നാൽ അവർ പറയുന്നത് തൃത്വത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന്. എന്തായാലും മശിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു യഹൂദന് ഒരു ദൂതനാണ് മശികയായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെ പറഞ്ഞാൽ ആ സിദ്ധാന്തം തെറ്റാണ്. ദൂതൻ പരാജയപ്പെട്ടു പോയവനാണ്. ഒരു മനുഷ്യനാണ് മശിക എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നെങ്കിൽ, ഒരു പൂർണ്ണ മനുഷ്യനാണ്, അതും തെറ്റാണ്. മനുഷ്യനും അവൻ്റെ പരീക്ഷയെങ്കിൽ വീണുപോയിട്ടുള്ളവനാണ്. അപ്പം വരുന്നത് ദൈവത്തിൽ നിന്നുള്ളവൻ തന്നെ, അവൻ മശിക. പക്ഷേ ഇനിയും വരുന്നതെന്ന് വെച്ചാൽ യഹൂദനും ഇസ്ലാം വിശ്വാസികളും ഒരേപോലെ ഒരു ഭരണാധികാരിയെ ഒരു 7 വർഷത്തേക്ക് അവരുടെ മശികയായിട്ട്, യഹൂദൻ അവൻ്റെ മശികയായിട്ടും ഇസ്ലാം അവൻ്റെ രക്ഷകനായിട്ടും ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കും. ഇതാണ് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത്. ആ 7 വർഷത്തിൻ്റെ അവസാനത്തിങ്കൽ, 7 വർഷത്തിൻ്റെ അവസാനത്തിങ്കലല്ല, ഒരു 3.5 വർഷം കഴിയുമ്പോൾ ഈ യെരുശലേം ദേവാലയം പണിത് അതിൻ്റെ അകത്ത് നിരന്തരമായിട്ടുള്ള ഹോമയാഗങ്ങളും മറ്റ് യാഗങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ടിരിക്കും. ഈ 3.5 വർഷം കഴിയുമ്പം യഹൂദനുമായിട്ട് ഉള്ള ഉടമ്പടി ഈ വരുന്ന 7 വർഷം ഭരിക്കുന്ന ഭരണാധികാരി തെറ്റിക്കും. അവനെ പറയുന്ന പേര് ബൈബിളിൽ എതിർ ക്രിസ്തു എന്നാണ്. എതിർ ക്രിസ്തു. അവൻ തെറ്റിക്കും.
തെറ്റിക്കുമെന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരുടെ ഇടയിൽ അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ രണ്ട് വാദമുണ്ട്. ഒരു വാദമെന്ന് വെച്ചാൽ യെരുശലേം ദേവാലയത്തിൽ, അതായത് ഇനി പണിയാൻ പോകുന്ന യെരുശലേം ദേവാലയത്തിൽ 3.5 വർഷം കഴിഞ്ഞിട്ട് പന്നിയെ ഇവൻ കൊണ്ടൊന്ന് അറക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒന്നുകിൽ പന്നിയെ കൊണ്ടൊന്ന് അറക്കുമെന്നും പറയുന്നുണ്ട്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീയോടൊപ്പം യെരുശലേം ദേവാലയത്തിൽ ശയിക്കുമെന്നാണ് പറയുന്നത്. ഇത് രണ്ട് ഏതോ ഒന്ന് നടക്കും. ആ സമയത്ത് യഹൂദന്മാർ ഇവനുമായിട്ട് തെറ്റുമ്പോൾ യഹൂദന്മാർക്കുള്ള പീഡാകാലം വരുമെന്നും യഹൂദന്മാർക്കെതിരെ ലോകം മുഴുവനും, ലോക ജനസംഖ്യ മുഴുവനും എതിർത്ത് നിൽക്കുമെന്നും. എന്നാൽ ചുരുക്കം ചില യഥാർത്ഥ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ അവശേഷിക്കുന്നവരുണ്ടാവും. കാര്യം ക്രിസ്ത്യാനികളുടെ ഇടയിലും ദൈവത്തിൻ്റെ രഹസ്യവരവിൽ എടുക്കപ്പെടാത്ത ജനതയുണ്ടാവും. അവരും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലെ സത്യം മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അന്ന് കാണും. അവരും മറ്റ് ജാതികളായിട്ടുള്ള ഹിന്ദുക്കളെ പോട്ടുള്ളവരും അന്നും കുറച്ച് പേര് മനസാക്ഷി യുഗത്തിലാണ് ഇപ്പോൾ ഈ ഹിന്ദുസും മറ്റുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ന്യായപ്രമാണ യുഗത്തിലാണ് ഇസ്ലാമും യഹൂദനും ജീവിച്ചിരിക്കുന്നത്. ന്യായപ്രമാണം എന്ന് വെച്ചാൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അസ്ഥിക്ക് അസ്ഥി, മാംസത്തിന് മാംസം എന്നുള്ളതാണ്, രക്തത്തിന് രക്തം. ഇതാണ് യഹൂദൻ്റെയും ഇസ്ലാമിൻ്റെയും വിശ്വാസം, ന്യായപ്രമാണം. അവരിന്നും ന്യായപ്രമാണമാണ് ഫോളോ ചെയ്യുന്നത്. കാര്യം അവർ നീതിപ്രമാണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പുതിയ നിയമത്തിൻ്റെ പ്രമാണത്തിലോട്ട് അവർ കടന്നിട്ടില്ല. മശിഹയെ അവർ രണ്ടുപേരും അംഗീകരിക്കുന്നില്ല. സത്യത്തിൽ യഥാർത്ഥ യേശു ക്രിസ്തുവിനെ അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് പുതിയ നിയമത്തിൻ്റെ ഒരു നീതിപ്രമാണമില്ല, സത്യപ്രമാണമില്ല. അവർ വിശ്വസിക്കുന്ന സത്യദൈവത്തെ തന്നെ, ഏകനായ ദൈവത്തെ തന്നെ, സർവശക്തനായ സർവ്വത്തിൻ്റെ സൃഷ്ടിയുടെ പിതാവായ ദൈവത്തെ തന്നെ വിശ്വസിക്കുന്നത്. പക്ഷേ അവർ ഈ ഒരു കൃപായുഗത്തിലോട്ട് കടന്നിട്ടില്ല. ഇതിനെ പറഞ്ഞ പേര് കൃപായുഗം എന്നാണ്. യേശു ക്രിസ്തു മുതൽ ഇങ്ങോട്ട് നാം ജീവിച്ചിരിക്കുന്ന അവസാന കാലം വരെയുള്ള, അതായത് 7 വർഷത്തെ ഭരണം വരുന്നിടം വരെയുള്ള കാലം കൃപായുഗം. ഈ കൃപായുഗത്തിലല്ല യഹൂദനും അതുപോലെ ഇസ്ലാമും ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ഹിന്ദുക്കളും മറ്റു ജാതികളും അവർ ജീവിച്ചിരിക്കുന്നത് മനസാക്ഷി യുഗത്തിലാണ്. അപ്പോൾ ഈ ദൈവം എങ്ങനെ സകലരെയും അന്ത്യനാളിൽ ഒരു ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഡേയുടെ അന്ന് ന്യായവിധിക്കുന്നതെന്ന് വെച്ചാൽ, മനസാക്ഷി യുഗത്തിൽ ജീവിക്കുന്നതിനെ മനസാക്ഷിയുടെ പ്രമാണം അനുസരിച്ച് ന്യായം വിധിക്കും. ന്യായപ്രമാണ യുഗത്തിൽ ജീവിക്കുന്നവനെ ന്യായപ്രമാണത്തിൻ്റെ നിയമത്തിനനുസൃതമായിട്ട് ന്യായം വിധിക്കും. ഇനി കൃപായുഗത്തിൽ ജീവിക്കുന്നവരെ, അതായത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ വിശ്വസിച്ച് എൻ്റെ ഏതൊരു പാവവും ഞാൻ ചെയ്യുന്ന, ഇനിയും ഞാൻ മുമ്പോട്ട് ചെയ്യുന്ന ഏത് പാവവും ആയിക്കോട്ടെ, അത് എന്ത് പാവം ആയിക്കോട്ടെ, ഈ ലോകം വിധിക്കുന്ന അല്ലെങ്കിൽ അതിലും ഏറ്റവും വലിയ പാവങ്ങൾ ഏതായാലും ആയിക്കോട്ടെ, ആ പാവത്തെ മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കഴുകിക്കളയാനുള്ള ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആ പാവത്തിൽ നിന്ന് പിന്തിരിയുന്ന ഏവനും കൃപായുഗത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ആ കൃപായുഗത്തിൽ ജീവിച്ചിരിക്കുന്നവന് കൃപായുഗത്തിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ച് ശിക്ഷ വിധിക്കും. അതാണ് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഡേ. അത് 7 വർഷം കഴിഞ്ഞ്, ഈ 7 വർഷത്തിന് 3.5 വർഷത്തിനിടയ്ക്ക് യഹൂദൻ തെറ്റി അടിയാവും. അപ്പം ദൈവം ആകാശവിധാനത്തിൽ മേഘങ്ങളിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമെന്നാണ് ബൈബിളിൽ കിടക്കുന്നത്. അതായത് ഈ ഐസ് കട്ട, മഴയായിട്ട് പെയ്യുന്ന ജലത്തെ എല്ലാം ഐസ് കട്ട ഭയങ്കര 1 ടണ്ണ് 1.5 ടണ്ണോളം ഐസ് കട്ടയൊക്കെ ആക്കി അവിടെ വെച്ചേക്കും. ഇതിനെല്ലാം അടിച്ച് ഇവരുടെ ശത്രുക്കളായിട്ട് വരുന്നവരുടെ തലയിൽ കൂടി ഇടും. കുറച്ച് വിഭാഗത്തെ അങ്ങനെ നശിപ്പിക്കും. പിന്നെ ഉൽക്കകളായിരിക്കും. ആകാശത്തു നിന്ന് അഗ്നി വരും, അഗ്നിഗോളങ്ങൾ വരും, അല്ലെ അഗ്നി വരുമെന്ന് ബൈബിളിലുണ്ട്. അത് ഉൽക്കകളായിരിക്കാം. അതിനെ അടിച്ചുവിടും. അങ്ങനെ കുറച്ച് പേരെ നശിപ്പിക്കും. അങ്ങനെ ഓരോന്നിനെ കുറച്ചായിട്ട് നശിപ്പിക്കും. അവസാനം 7 വർഷം കഴിയുമ്പോൾ യേശുക്രിസ്തു പരസ്യമായിട്ട് വരും. അപ്പോൾ യേശുക്രിസ്തു വരുമ്പം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അതേ പാടുകൾ ഇവിടുന്ന് എങ്ങനെ പോയോ അപ്പം ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ യഹൂദന്മാർ കാണും. അപ്പോഴാണ് അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന് ബൈബിളിലൊരു വചനമുണ്ട്. അവരുടെ മുൻ തലമുറ കുത്തിയത് ഏതൊക്കെ ഭാഗത്താണെന്ന് അപ്പോൾ അവർക്ക് വ്യക്തമാവും. അന്ന് ഒലിവുമല 2ആയിട്ട് പിളരുമെന്നാണ് പറഞ്ഞത്. അവിടെ ദൈവം വന്നിറങ്ങുമ്പോൾ യേശുക്രിസ്തു. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ വായിലെ ശ്വാസത്താൽ അല്ലെങ്കിൽ മൂക്കിലെ ശ്വാസത്താൽ ഈ എതിർ ക്രിസ്തു ഇല്ലാതായി തീരുമെന്നാണ് പറയുന്നത്. അതാണ് ബൈബിളിലെ വിശ്വാസം. അപ്പം ചുരുക്കി പറഞ്ഞാൽ യഹൂദന് മശിഹയുണ്ട്. ഈ മശിഹ എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്ത്യാനികളുടെ പുത്രൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. അതേപോലെ യഹൂദന് ദൈവത്തിൻ്റെ ആത്മാവും ഉണ്ട്. അത് പലയിടത്തും പറയുന്നുണ്ട്. ദാവീദിൻ്റെ മേളിൽ വന്ന് ദാവീദ് ഒരു സിംഹത്തെ വലിച്ചു കീറി എന്ന് പറയുന്നുണ്ട്. ശിംശോൻ്റെ മേളിൽ വന്ന് ശിംശോൻ ഒരു സിംഹത്തെ വലിച്ചു കീറി ഒരു പച്ച കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 പേരെ കൊന്നെന്ന് പറയുന്നുണ്ട്.
ഒരു ശിംശോൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഏതാ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പരിശുദ്ധാത്മാവെന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യഹൂദൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുത്രനായ അല്ലെങ്കിൽ മശികയെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ദൈവത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് യഹൂദന് തൃത്വമില്ലെന്ന് അവർക്ക് എങ്ങനെ വാദിക്കാൻ പറ്റും? അവർക്ക് യഥാർത്ഥത്തിൽ തൃത്വം ഉണ്ട്, പക്ഷേ അവർ അംഗീകരിക്കുന്നില്ല തൃത്വത്തെ. അതാണ് സത്യം. ഓക്കെ, ബൈ.